അവൻ ഭയങ്കര ഈഗോ ഉള്ളവനാണ്, അല്ലെങ്കിൽ അവളുടെ ഈഗോ കാരണമാണ് ആ ബന്ധം തകർന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ഈഗോ? ഇതൊരു വില്ലനാണോ? അതോ നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേക അവസ്ഥയാണോ? ലളിതമായി പറഞ്ഞാൽ, ഞാൻ എന്ന ഭാവമാണ് ഈഗോ. നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെയുള്ള ഒരു ബോധം. നമ്മൾ ആരാണ്, നമ്മുടെ കഴിവുകൾ എന്താണ്, നമ്മുടെ സ്ഥാനം എവിടെയാണ് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അവിടെ ഈഗോ പ്രവർത്തിക്കുന്നുണ്ട്. സത്യത്തിൽ ഒരാൾക്ക് ജീവിക്കാൻ അത്യാവശ്യം വേണ്ട ഒന്നാണ് ഈഗോ. കാരണം സ്വന്തം വ്യക്തിത്വത്തെ തിരിച്ചറിയാനും ആത്മാഭിമാനത്തോടെ ജീവിക്കാനും ഇത് നമ്മളെ സഹായിക്കുന്നു. ഇതിനെ നമുക്ക് പോസിറ്റീവ് ഈഗോ എന്ന് വിളിക്കാം. എന്നാൽ ഈ ഞാൻ എന്ന ഭാവം പരിധി വിടുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. മറ്റുള്ളവരെക്കാൾ വലിയവനാണ് ഞാൻ എന്നും താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നും ചിന്തിക്കുമ്പോൾ അത് അഹങ്കാരമായി മാറുന്നു. അനാവശ്യമായ വാശികൾക്കും ബന്ധങ്ങളിലെ വിള്ളലുകൾക്കും ഇത് കാരണമാകുന്നു. ഞാൻ എന്തിന് ക്ഷമ ചോദിക്കണം, അല്ലെങ്കിൽ അവൻ എന്നേക്കാൾ വളരുന്നത് എനിക്ക് സഹിക്കാനാവില്ല എന്നൊക്കെയുള്ള ചിന്തകൾ നെഗറ്റീവ് ഈഗോയുടെ അടയാളങ്ങളാണ്. ഇത് നമ്മുടെ വളർച്ചയെ തടയുകയും നമ്മളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യും. മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കും ധാർമ്മികതയ്ക്കുമിടയിൽ ഒരു ബാലൻസിംഗ് പവറായിട്ടാണ് ഈഗോ പ്രവർത്തിക്കുന്നത്.